കൊടുക്കാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആറ്റുമീൻ കറിയാണ്. അതും പ്രത്യേകിച്ച് ഈ നെയ്യാറിൻ്റെ തീരത്തിരുന്നു കൊണ്ടുള്ള ഒരു മീൻ കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. പണ്ട് കാലം മുതൽക്ക് തന്നെ ഇവിടെ മീൻ പിടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെയാണ് മീൻ കറി വെച്ച് കഴിക്കാറുള്ളത്. ഇതും കപ്പയാണ് ഇതിൻ്റെ സാധാരണ ഒരു കോമ്പിനേഷൻ. ഇന്ന് വെച്ച് നാളെ കഴിക്കും, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ചട്ടി ചൂടായി, നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. അങ്ങനെ വരണം, അതാണ് നല്ലത്. ഇഞ്ചി വെളുത്തുള്ളി വെച്ച് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ പാചകത്തിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്, പേര് ശിവപ്രസാദ് എന്നാണ്. കൊച്ചുള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മസാലയെല്ലാം നല്ല വരണ്ട് വരുന്ന എണ്ണ പുറത്ത് തെളിയുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി കറിയിലേക്ക് ആവശ്യമായ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉടമ്പുളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കറി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ മീൻ ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടുത്ത കുരുമുളക് പൊടിയുടെയാണ്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിലയും അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കപ്പയുടെ കൂട്ടത്തോ അല്ലെങ്കിൽ നമ്മുടെ അപ്പം, ചപ്പാത്തി ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ കൂട്ടത്തൊക്കെ നമുക്കിത് കഴിക്കാം.